പോറ്റിയെ കയറ്റിയതാരപ്പ ഹൈക്കോടതിയാണേ അയ്യപ്പ, പോറ്റി ഇറക്കിയതാരപ്പ SIT ആണേ അയ്യപ്പ. അതായത് ഒന്നാം പ്രതിയും റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാത്തതിന്റെ പേരിൽ പുറത്തേക്ക് വരികയാണ്. 90 ദിവസം ആയിട്ടും റിപ്പോർട്ട് സമർപ്പിക്കാത്തതിന്റെ പേരിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് പോകുന്ന മൂന്നാമത്തെ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. 3 പേർക്ക് ഇതുപോലെ ജാമ്യം കിട്ടി പുറത്തേക്ക് വന്നു. നാലാമത്തെ ആളെ അപ്പോൾ പുറത്തിറങ്ങി കുറച്ച് ഉപാധികളൊക്കെ വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ജാമ്യം കൊടുക്കുമ്പോൾ വയ്ക്കുന്ന ഉപാധികൾ: പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം, വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കാൻ പാടില്ല, പിന്നെ തെളിവുകൾ നശിപ്പിക്കാൻ പാടില്ല, ആരെയും സ്വാധീനിക്കാൻ പാടില്ല, പിന്നെ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, ഇങ്ങനെയുള്ള ചില സ്വാഭാവികമായ കോടതി പറയുന്ന സ്ഥിരം ഉപാധികളോടെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒന്നാം പ്രതിയായ, അതായത് ശബരിമലയിലെ കട്ടളപ്പാളികൾ അടക്കം ഇളക്കി പലയിടത്തും കൊണ്ടുപോയി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി, അയാൾ പുറത്തിറങ്ങുമ്പോൾ ശബരിമല കേസ് അവസാനിച്ചില്ലേ? തീർച്ചയായിട്ടും കേസ് അവസാനിപ്പിക്കാൻ തന്നെയാണല്ലോ ശ്രമം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് പ്രതികളെ ഓരോന്നോരോന്നായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഈ കേസിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഗവൺമെൻറ് നയങ്ങൾ അറിയാമല്ലോ. ഇവരുടെ ശ്രദ്ധയിൽ, ജനങ്ങളുടെ ശ്രദ്ധയിൽ ഒരു കേസ് വന്നു കഴിയുമ്പോൾ അത് ശ്രദ്ധയിൽ നിന്ന് വായിക്കാനായിട്ട് വേറെ അതിനേക്കാൾ ഭീകരമായ കേസ് വരും. ഇപ്പം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഫോർ എക്സാമ്പിൾ, അദ്ദേഹത്തിൻ്റെ കേസ് വന്നത് MV ഗോവിന്ദൻ്റെ മകനെതിരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം വന്ന സന്ദർഭത്തിലാണ്. കണ്ടിട്ടുള്ളത് കോവളം കൊട്ടാരം അതിൻ്റെ കാര്യത്തിലും നമ്മൾ കണ്ടതാണ്. പെട്ടെന്ന് അത് മാറി വേറൊരു വിഷയത്തിലേക്ക് പോയി. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സമാനമായ രീതിയിൽ ഉള്ള മൂടിവയ്ക്കലുകളും അതുപോലെ തന്നെ പുതിയ കേസുകൾ എടുത്ത് ചാർത്തലുകളും നടന്നുകൊണ്ടിരിക്കും. ഇവിടെ ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മളിപ്പോൾ ദിലീപിനെ പുറത്തിറങ്ങാൻ അനുവദിച്ചു കേസിലെ ഒരു അതിജീവിതയുടെ കേസിലെ. അതോടുകൂടിയാണ് അദ്ദേഹം സാക്ഷികളെ മുഴുവൻ സ്വാധീനിച്ചുകൊണ്ട് മുഴുവൻ പേരുടെയും മൊഴികൾ മൊഴികൾ മാറ്റിക്കൊണ്ട് അവർ കൂറുമാറി, 100% കൂറുമാറിയ ഒരു കേസായിരുന്നു അത്. ഏതാണ്ട് സമാനമായ രീതിയിലുള്ള ഒന്നാക്കാൻ മുന്നിൽ ഈ പത്തനംതിട്ട ജില്ലയിൽ കയറരുതെന്നൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ കയറണമെന്നുണ്ടോ, കാലെടുത്ത് വെക്കണമെന്നുണ്ടോ, ഫോണിൽ കൂടെ പറഞ്ഞും സ്വാധീനിച്ചും നിങ്ങൾക്ക് ഇത്ര ലക്ഷം വെച്ച് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വരുതിയിൽ വരുത്താനാണോ പ്രയാസം? ആളുകൾക്ക് പണമാണ് വലുത്, സത്യമല്ല വലുത്. സത്യാനന്തര കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അയ്യപ്പനൊന്നും അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ കൂടെ ഇപ്പോൾ MG ശശിഭൂഷൺ എന്ന് പറയുന്ന S ഗുപ്തൻ നായരുടെ മകന് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ശബരിമല എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമല്ല, ശാസ്താവ് എന്ന് പറയുന്നത് വ്യാപാരികളുടെ ദൈവമാണ് എന്നും പറഞ്ഞ് പുതിയ നെറേറ്റീവ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് ശരണം. ഇത് പണ്ടേ നമ്മൾ കുറേ കേട്ടിട്ടുള്ളത്. അതുപോലെ പന്തളം രാജകുമാരനും ഇതുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് ശബരിമലയിലെ ആളുകൾ വരുന്നത് ഈ വിശ്വാസം വെച്ചുകൊണ്ട് ആ വിശ്വാസം മാറ്റിക്കൊണ്ട് ആളുകളുടെ എണ്ണം കുറയ്ക്കണം. അങ്ങനെ പുതിയ നെറേറ്റീവുകളും ഒക്കെ ആയിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് ഇതിനേക്കാൾ ശക്തമായിട്ടൊരു കേസ് ഇതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മറയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒന്നാമത്തെ പ്രതി ഇറങ്ങിയതോടുകൂടി ലോകത്തിൻ്റെ സംസ്കാരം റോമൻ സംസ്കാരത്തിൽ നിന്ന് മാറിയെന്ന് പറഞ്ഞാൽ ദ ഫോൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ അറിയാമല്ലോ. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന നഗരം നിലംപതിച്ചതോടുകൂടിയാണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ റോമൻ സംസ്കാരം ലോകത്ത് നിന്നില്ലാതായത്. അതുവരെ റോമൻ സംസ്കാരമായിരുന്നു ലോകത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ പുറത്തേക്കുള്ള പോക്കോടുകൂടി, പുറത്തേക്ക് പോയതോടുകൂടി നമ്മൾ ഈ സംസാരിക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾ അകലെ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകും, ചിരിയുമായിട്ട് പോകും. അതോടുകൂടി ഈ കേസിൻ്റെ അടപ്പൂരി കഴിഞ്ഞു. കാറ്റുപോയ ബലൂൺ പോലെയുള്ള ഒരു കേസായിട്ട് ഇത് മാറിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? ദുർബലമായി കഴിഞ്ഞു. എന്നിട്ടും SIT തന്ത്രപൂർവ്വം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ശുദ്ധഹൃദയനായ ജസ്റ്റിസ് ബദറുദ്ദീനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ശരിയായ വഴിയിലാണ് പോകുന്നത് അദ്ദേഹം വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ തന്നെ പറയുന്നു. ഇതിൻ്റെ എല്ലാം ഇപ്പോൾ കേന്ദ്ര കോടതിയല്ല എന്ന് എനിക്ക് സംശയമുണ്ട്. എൻ്റെ സംശയമാണ്. അതായത് എല്ലാം ആഭ്യന്തര വകുപ്പിൻ്റെ മുഴുവൻ കാര്യകർത്തൃത്വവും നിർവഹിക്കുന്നത് P ശശിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്നു കൊണ്ടാണ് അത് നിർവഹിക്കുന്നത് എന്ന് വേണം സംശയിക്കാൻ. അതാണ് വളരെ വിദഗ്ധമായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്ത് ഇദ്ദേഹത്തിന് ഒന്നിലേറെ കേസുകളുണ്ടായിട്ടും അതിപ്രമാദമായ കേസുകളുണ്ടായിട്ടും ഭക്തലക്ഷങ്ങളെ അലോസരപ്പെടുത്തുന്ന കേസുകളുണ്ടായിട്ടും അദ്ദേഹത്തിന് വഴി തുറന്നു വിടാൻ കഴിയുന്നത് അതിന് പിന്നിൽ വളരെ മെയ്വഴക്കമുള്ള ആരോ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കോടതിയെപ്പോലും കബളിപ്പിച്ചുകൊണ്ടിങ്ങനെ കൊണ്ടുപോയിരിക്കുന്ന ഒരവസ്ഥയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. ഇതിപ്പോ പറയുന്നത് SIT രക്ഷപ്പെടുത്തിയ ആളെ ED പൂട്ടുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ തന്നെ ED സമൻസ് അയക്കാനുള്ള
നീക്കങ്ങളിലേക്ക് കടന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ EDയുടെ ഒരു രംഗപ്രവേശനം എത്രത്തോളം പ്രതിസന്ധിയിലാക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി? ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങുന്നതെന്ന് പറയുന്നത് സാധാരണക്കാരായ വിശ്വാസികൾക്ക്, ജനങ്ങൾക്കൊക്കെ തന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള, ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ സംഭവിച്ച കാര്യങ്ങൾക്കെല്ലാം ഇടനിലക്കാരനായിട്ട് നിന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ആദ്യം വരെ നമുക്കറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശരിക്കും ഒരു ദല്ലാളിൻ്റെ റോളാണ്. ബംഗളൂരു അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വ്യവസായ പ്രമുഖരെ എല്ലാം തന്നെ തന്ത്രിയുമായിട്ടും ശബരിമല ദേവസ്വം ബോർഡിലെ ഭാരവാഹികളുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നൊരു പാല ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് തന്നെ പറഞ്ഞു. ഇതിൽ നടൻ ജയറാം തന്നെ പറയുന്നത്, ഞാൻ 40 വർഷമായിട്ട് ശബരിമലയിൽ പോകുന്ന ആളാണ്, എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ അറിയാം. അപ്പോൾ തന്ത്രി മുഖാന്തരം ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കരുത്, സ്വാധീനിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയും കാലം കൊണ്ട് ഇത്രയും ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ടും സ്വാധീനിക്കാൻ കഴിയും. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു അടക്കമുള്ളവരെല്ലാം തന്നെ ജാമ്യത്തിലിറങ്ങി. എന്നിട്ട് ഇതിനകത്ത് ഉൾപ്പെടാൻ സാധ്യതയുള്ളവർ പറയുന്നത്, കണ്ടോ ഇത്രയേ ഉള്ളൂ സംഭവം, ഞങ്ങൾ 3 മാസം ജയിലിൽ കഴിഞ്ഞു, അതോടുകൂടി പുറത്തു വന്നു, ഇനി ആ നമ്മൾ വിറ്റ് കിട്ടിയ പണം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന തെറ്റായ മാർഗത്തിലൂടെ സമ്പാദിച്ച പണം ഇതൊക്കെ അവിടെ തന്നെ ഒതുക്കി വെച്ചേക്കണം, അനക്കരുതെന്ന് പറഞ്ഞു. ഇതിനിടയിലാണ് EDയുടെ രംഗപ്രവേശം ഉണ്ടാകുമെന്നും ED ഇതിനകത്തെല്ലാം നിയന്ത്രണം വരുന്നതെന്ന് പറയുന്നു. ശരിയായിരിക്കാം. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി അത്രയും വലിയൊരു മീനല്ല, ഈ ഇടനിലയ്ക്ക് നിൽക്കുന്ന ആളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പലരിലേക്ക് പണം ഷെയർ ചെയ്യേണ്ട ആളാണ്, പലർക്കും പണം വാങ്ങിച്ചു കൊടുത്തിട്ട് മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ EDയുടെ അന്വേഷണം വന്നാൽ വലിയ ഗുണമുണ്ടാകില്ല. ഇപ്പോൾ തിരുവല്ല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമുണ്ട്. ഈ ധനകാര്യ സ്ഥാപനത്തിൽ ED ഇന്ന് രാവിലെ മുതൽ പരിശോധന നടത്തി. ആ സ്ഥാപനത്തിന്റെ ഉടമയുടെ വീട്ടിലും പരിശോധന നടത്തി. എന്തിനാണ് പരിശോധന നടത്തിയത്? ഈ സ്ഥാപനത്തിൽ ഏതാണ്ട് 2.5 കോടി രൂപയാണ് തന്ത്രിയായിട്ടുള്ള കണ്ഠര് രാജീവ് കൊണ്ടുപോയി നിക്ഷേപിച്ചത്. 2.5 കോടി രൂപ നിക്ഷേപിച്ച ധനകാര്യ സ്ഥാപനം ഒരു സുപ്രഭാതത്തിൽ അടച്ചുപൂട്ടുകയാണ്. അടച്ചുപൂട്ടിയ ഈ സ്ഥാപനത്തിൽ നിന്ന് 2.5 കോടി രൂപ പത്തനംതിട്ടയിലെ MP ആയ ആന്റോ ആന്റണി കൈപ്പറ്റിയിരിക്കുന്നു. ആന്റോ ആന്റണി നിക്ഷേപിക്കാത്ത ഒരു സ്ഥാപനത്തിൽ നിന്ന് എങ്ങനെയാണ് ആന്റോ ആന്റണിക്ക് പണം വന്നത്? ഇപ്പോൾ ഉയരുന്ന ഒരു ആരോപണം, അങ്ങനെയാണെങ്കിൽ ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി, അതുപോലെ തന്നെ ഈ ദ്വാരപാല ശില്പത്തിൻ്റെ ആഭരണം, ഇതെല്ലാം തന്നെ മറിച്ച് വിറ്റ് കാണാം. അങ്ങനെയുള്ള വിൽപ്പനയിലൂടെ കിട്ടിയ പണത്തിൻ്റെ ഒരു പങ്ക് തന്ത്രി മറ്റാർക്കോ പങ്കുവെക്കുന്നു. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് സോണിയാഗാന്ധിയെ കണ്ടതെന്നതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തതയില്ലല്ലോ. അന്നും ഈ അടൂർ പ്രകാശ് MP ഉണ്ട്, ആന്റോ ആന്റണി MP ഉണ്ട്. അടൂർ പ്രകാശ് പറയുന്നുണ്ട്, ഞാനല്ല അവരെ കൊണ്ട് മുട്ടിച്ചത്, ഞാനല്ല അവരെ കണക്ട് ചെയ്യുന്നുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ ആന്റോ ആന്റണിയും പറയണ്ടേ? അപ്പോൾ ആന്റോ ആന്റണിക്ക് ഇതിനകത്തൊരു നിർണായക റോളില്ലേ? EDയുടെ അന്വേഷണം ഈ പറയുന്ന ധനകാര്യ സ്ഥാപനത്തിലേക്ക് എത്തിയാൽ, അവിടെ പണം നിക്ഷേപിച്ച തന്ത്രിയിലേക്ക് അന്വേഷണം എത്തിയാൽ സ്വാഭാവികമായിട്ടും പണം പിൻവലിച്ച് ആന്റോ ആന്റണിയിലേക്ക് എത്തണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ പുതിയ ആളുകളിലേക്ക് ഈ അന്വേഷണം എത്തും. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ നോക്ക്, ഇന്ന് നിയമസഭയ്ക്ക് മുമ്പിൽ എന്തായിരുന്നു പ്രശ്നം? കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, കടകംപള്ളി സുരേന്ദ്രനെ പിടികൂടാത്ത എന്താണെന്നൊക്കെ പറഞ്ഞാൽ UDFകാർ ഒരു പ്രതിരോധം ആദ്യമേ തീർക്കുകയാണ്. കാരണം തങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളിലേക്ക് അന്വേഷണം എത്താൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കോൺഗ്രസ് അല്ലെങ്കിൽ UDF തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ LDFിലെ മന്ത്രിമാരും നേതാക്കളും മാത്രമല്ല UDFകാരും പെടും. കാരണം ഇയാൾ കുറേ കാലമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടല്ലോ. മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് പണം ഉണ്ടാക്കാൻ, ദേവസ്വം മന്ത്രിമാർക്ക്, ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കൊക്കെ ധനം സമ്പാദിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി എപ്പോഴെങ്കിലും പറഞ്ഞു, ഞാൻ അങ്ങനെ സമ്പാദിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല? ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഇനി പുറത്തിറക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് പറയുമെന്നുള്ളത് വളരെ നിർണായകമാണ്. അതുകൊണ്ട് കാര്യങ്ങളുടെ ഒരു പോക്ക് അത്ര സുഖകരമല്ല. പക്ഷേ SITയുടെ ഒരു കള്ളക്കളി ഇവിടെ വ്യക്തമാണ്. കാരണം കൃത്യസമയത്ത് അവർ കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് ഇവരെല്ലാം തന്നെ ജാമ്യം നേടി പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നുണ്ടോ എന്ന് ഹൈക്കോടതി ചോദിച്ചാൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണമുണ്ട്. എന്നാൽ ഇവർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചോ? ഇല്ല. എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നില്ല? സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് വേണം. ഈ തെളിവുകളില്ലാതെ കോടതിയിൽ കൊണ്ടൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ കോടതി അത് തള്ളിക്കളയും. അപ്പോൾ ഈ SITയുടെ അന്വേഷണം ഇത്രയും നാളായിട്ടും ഈ കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ കഴിയാത്ത രീതിയിലാണോ മുന്നോട്ട് പോകുന്നത്? ഇതേ SIT തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് കുറച്ചുകൂടി ഊർജ്ജസ്വലരായ ഉദ്യോഗസ്ഥർ വേണം, എങ്കിൽ മാത്രമേ ഞങ്ങളുടെ അന്വേഷണം മുന്നോട്ട് പോകും. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും ഉദ്യോഗസ്ഥരെ അനുവദിച്ചു. പക്ഷേ എന്നിട്ടും ഹൈക്കോടതിയുടെ നീക്കങ്ങളെ, അല്ലെ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളെ കബളിപ്പിക്കുന്ന ചില നിലപാടുകൾ SIT സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായ സംശയമല്ലേ? തീർച്ചയായിട്ടും അതെ. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? നിങ്ങൾ ദൈവത്തെ ചതിച്ചവരല്ലേ, നിങ്ങൾക്ക് എങ്ങനെ ജാമ്യം തരും? ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ പീഠമാണല്ലോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിന് കീഴിലല്ലേ ഇത് ഡിവിഷൻ ബെഞ്ചായാലും സിംഗിൾ ബെഞ്ചായാലും പറയുന്നത്? സിംഗിൾ ബെഞ്ച് തന്നെ, ഹൈക്കോടതിയുടെ തന്നെ സിംഗിൾ ബെഞ്ച് തന്നെ വളരെ ശക്തമായ ഭാഷയിൽ ഇവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ലാത്തതാണെന്ന് പറയുന്നുണ്ട്. കാരണം ഇവർ മനുഷ്യനെയല്ല കട്ടത്, ദൈവത്തെയാണ് കട്ടത്, വിശ്വാസത്തെയാണ് കട്ടത്. വ്രണപ്പെടുത്തിയത് വിശ്വാസത്തെയാണ്. അവിടെ ഒരു മതനിന്ദ വരുന്നുണ്ട്. ഒരു മതത്തെ നിന്ദിക്കുകയാണ്, ദ്വേഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഒരിപ്പോൾ നമുക്കറിയാം ഖുർആൻ,
അതാരെങ്കിലും ഒന്ന് കാലുകൊണ്ട് അറിയാതെ തൊട്ടുപോയിട്ടുണ്ടെങ്കിൽ മതനിന്ദയായിട്ട് കണ്ട് അത് കലാപത്തിലേക്കും ശിക്ഷയിലേക്കും ഒക്കെ നയിക്കാറില്ലേ? ഇവിടെ ഹിന്ദുക്കളുടെ ഭണ്ഡാരത്തിൽ അയ്യപ്പൻ്റെ തിരുവാഭരണ ചാർത്തുകളായിട്ട് കണക്കാവുന്ന തരത്തിലുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം, അതുപോലെ തന്നെ വാതിൽപ്പാളിയിലെ സ്വർണം, ഇതൊന്നും ഇപ്പോൾ ഒറിജിനലല്ല. അത് കട്ടുകൊണ്ടും മോഷ്ടിച്ചുകൊണ്ടും പോയിരിക്കുന്നു എന്ന് പറയുന്നത് ദൈവനിന്ദ തന്നെയാണ്. പ്രത്യേകിച്ചും ദക്ഷിണാത്യനായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ, ഏകദൈവം, ദക്ഷിണാത്യനായിട്ട് കരുതാവുന്ന ഏകമായിട്ടുള്ള ഒരു ദൈവത്തിനെ ഇങ്ങനെ വഞ്ചിക്കുകയും, അതുപോലെ തന്നെ കേരളത്തിൻ്റെ ദക്ഷിണേന്ത്യ മുഴുവനും മഹാരാഷ്ട്രയിൽ നിന്നും ഒക്കെ ഭക്തജനലക്ഷങ്ങൾ എത്തുന്ന ഒരു വിശ്വാസത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ ഒരു കൊള്ള നടന്നിട്ട് അങ്ങനെ ഈസി ആയിട്ട് ഊരിപ്പോവാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ എവിടെയോ നമ്മുടെ സംവിധാനത്തിൽ പഴുതുകളുണ്ട്. സിസ്റ്റമിക് ഫെയിലുവർ എന്ന് പറയുന്നൊരു ഫെയിലുവറുണ്ട്. അതെവിടെയാണ്? അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്താണോ, കോടതിയുടെ ഭാഗത്താണോ, അതോ ഇനി അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്നുള്ള ദുസ്വാധീനമാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുകളിൽ മേൽശാന്തിയുണ്ട്, കീഴ്ശാന്തിയുണ്ട്, മേൽശാന്തിയുണ്ട്, തന്ത്രിയുണ്ട്. ആ തന്ത്രിക്കും മുകളിൽ തന്ത്രിയെ ശിക്ഷിക്കാനും അർഹതയുണ്ടെന്ന് തങ്ങൾക്കെന്ന് പറയുന്ന ദേവസ്വം ബോർഡുണ്ട്. ആ ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയുണ്ട്. ഈ ദേവസ്വം ബോർഡിൻ്റെ മന്ത്രി തന്നെയാണ് യുവതീ പ്രവേശന സമയത്ത് സന്നിധാനം ഞാൻ അടച്ചിടുമെന്ന് പറഞ്ഞ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമെന്ന് വാക്ക് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അധികാരമില്ലാഞ്ഞിട്ടല്ലല്ലോ, തന്ത്രി അദ്ദേഹത്തിന് കീഴിൽ വരുന്നതല്ലേ. തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. എന്തുകൊണ്ട്? കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുന്നില്ല? കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യും, റെയ്ഡ് ചെയ്യുമെന്ന് ഇപ്പോൾ ED പറയുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റി അന്വേഷിക്കും. പക്ഷേ എന്തുകൊണ്ട് ഇതിനൊരു കൊഹഷൻ ഉണ്ടാകുന്നില്ല? ഒരാളെ വിട്ട് കഴിയുമ്പോൾ വേറൊരാളെ ചോദ്യം ചെയ്തിട്ട് എന്താ പ്രയോജനം? ഇവരെ എല്ലാം കൂടെ കൂട്ടിയിരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലിലൂടെയല്ലേ സത്യം പുറത്തു വരും. അവരെല്ലാം ഒരുമിച്ചിരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്തെങ്കിലേ സത്യം പുറത്തു വരും. ഓരോരുത്തർ പോകുമ്പോൾ വേറെ ഓരോരുത്തരെ പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇത് പോയി കഴിഞ്ഞു. കേസിൻ്റെ ഗൗരവം തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ വേറെ ഒരു ഏജൻസി വരാതെ ഇതിനൊരു ശാശ്വതമായ, എന്തായാലും ED അന്വേഷിക്കട്ടെ, ED സമൻസ് കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ EDയുടെ അന്വേഷണം കൃത്യമായി നടന്നാൽ ഒരുപക്ഷെ ഈ 2.5 കോടി വാങ്ങിയവരും ഇട്ടവരും ഇറങ്ങിയവരും 4 പേർ SIT 4 പേരെ ഈസിയായി പുറത്തിറക്കി, ഇവരും ഒക്കെ വീണ്ടും അകത്തേക്ക് തന്നെ പോകും എന്നുള്ളത്. അയ്യപ്പന്റെ സ്വർണം കട്ടവരാരും ഈസിയായി അങ്ങനെ രക്ഷപ്പെടില്ല എന്ന് തന്നെയാണ് വിശ്വാസികളടക്കം പറയുന്നത്. വിശ്വാസം രക്ഷിക്കട്ടെ.